നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ രാഷ്ട്രപതിയുടെ ഗമയില് വരുന്നത് അതിനൊന്ന് കാണാലോ. എനിക്കും വരണം. മോളും നമ്മളുടെ കൂടെ വരട്ടെ. അവളിവിടെ ഒറ്റക്കിരുത്തിയിട്ട് പോകുന്നത് അത്ര സേഫ് അല്ല. അതെ, മോളെയും കൊണ്ടുപോവാ സാർ. വാ മോളെ. അയ്യോ, പെങ്ങൾ ഇവിടെ നിൽക്കായിരുന്നു. ഞാൻ എവിടെയൊക്കെ നോക്കി. എന്നാലും ശങ്കരേട്ട, എന്റെ അക്ഷരം മോള്. ഓയ് ചേടാ, മരുമോന്റെ ഭാര്യ കൊലക്കേസിൽ അകത്തായത് അറിഞ്ഞിട്ടും ശങ്കരേട്ടനും പെങ്ങളും ഇവിടെ വന്ന് മോങ്ങിക്കൊണ്ട് വെക്കുവാണോ? അല്ലാതെ ഇപ്പൊ അവരെന്ത് ചെയ്യാനാ? എന്റെ മരുമോൾ ആരെയും കൊന്നിട്ടില്ല. അവളെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലെന്തോ ചതിയുണ്ട്. ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാ എന്റെ മോളെ. ഇതൊക്കെ തെളിയിച്ചു വരണമെങ്കിൽ എത്ര കാലങ്ങൾ എടുക്കും അല്ലടാ? അല്ല, ഈടെയല്ല പെങ്കൊച്ചു വന്നിട്ട് പോയത് ദേവികുട്ടിയമ്മയുടെ പിറന്നാളിന്. അന്നിവിടെ നാട്ടുകാർ പറയുകയും ചെയ്തു സിനിമാ നടിയെ പോലെയുള്ള പെണ്ണാണെന്ന്. അതിന്റെ മനസ്സിലിരിപ്പ് എങ്ങനെയാണെന്ന് ആര് കരുതി? പോയി നിന്റെയൊക്കെ പണി നോക്കണം. ആ ശങ്കരേട്ടാ, സുദേവ, വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതാ. മരുമോളാരെയോ കഴുത്ത് കണ്ടിച്ചു വന്നെന്നോ പോലീസ് പിടിച്ചെന്നൊക്കെ കേട്ടു. ആ, ഞങ്ങളും പത്രത്തിൽ വായിച്ചു. കൂടുതലായിട്ടൊന്നും അറിഞ്ഞില്ലേ? അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇനിയിപ്പോ പോലീസ് വരോ? നാട്ടുകാർക്ക് കണക്കപ്പുറത്തി ഇല്ലാതാവോ? നിനക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾ ഈ നാട്ടുകാരായതുകൊണ്ടും ശങ്കരണ്ണനെയും ചേച്ചിയും കുടുംബത്തെയും കാലാകാലങ്ങളായി അറിയാവുന്നതുകൊണ്ടും ഒന്ന് അന്വേഷിച്ചു വന്നേ ഉള്ളൂ. എന്നാൽ ഈ കൊച്ചിങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും കരുതിയ? കണ്ടാ ദേവത ഉള്ളിലിപ്പോ ചെകുത്താൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് തോന്നിയാസം പറഞ്ഞാണല്ലോ. അവളെ മടൽ ഞാൻ എടുക്കും. മനുഷ്യരുടെ തലയ്ക്ക് തീ പിടിച്ച് ഭ്രാന്തെടുത്ത് നിൽക്കുക. അപ്പോഴാ നിന്റെയൊക്കെ ഒരു അന്വേഷണം കുറ്റം പറിച്ചിടും. ഒക്കാണ് എന്റെ വീട്ടുമുറ്റത്ത്. നിന്റെ ഒന്നും ഒരു സഹായവും സഹതാപവും ഞങ്ങൾക്ക് വേണ്ട. അതല്ല ശങ്കരേട്ടൻ, ഞങ്ങള് അല്ല ശങ്കരേട്ടാ, നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? പെങ്ങളെ, അടുക്കളയിലിരിക്കുന്ന മടവാൾ ഇങ്ങോട്ട് എടുക്ക്. ഇവന്മാരോട് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മടവാളും കുറുകൂടി ഒന്നും എടുക്കണ്ട ശങ്കരേട്ടാ. ഞങ്ങളങ്ങ് പോയേക്കാം. വിവരന്വേഷിച്ചെന്ന ഞങ്ങളായിപ്പോ കുറ്റക്കാര്. ഞങ്ങളങ്ങ് പോയേക്കാം. ബഹളമൊന്നും വേണ്ട. ആളുകൾ അടിക്കാനൊരു വടി നോക്കിയിരിക്കുമായിരുന്നു അല്ലേ ശങ്കരേട്ട? അതൊക്കെ അങ്ങനെ കിടക്കും പെങ്ങളെ. പെങ്ങളെ ഒന്നും കാര്യാക്കണ്ട. നമുക്കറിയാലോ നമ്മുടെ പിള്ളേരെ. പെങ്ങളിൽ നിന്ന് പോകാനറിയിക്കോ. മരുമാനെ ഫോണിൽ കിട്ടിയ അവിടെ നമുക്ക് പോകണം. മുന്നിൽ തന്നെ നിന്ന് വീഡിയോ ഒന്ന് വന്നേ. എങ്ങോട്ടാ നിത്യമള യാത്ര? എങ്ങോട്ടാന്ന്? അല്ല, അത് പിന്നെ അത് ഞങ്ങള് അക്ഷര മാഡത്തിനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത് കാണാൻ പോവായിരിക്കും അല്ലേ? എനിക്ക് സൗകര്യമുള്ള കാര്യത്തിന് സൗകര്യമുള്ള ഇടത്തേക്ക് പോകും. അതിന് നിങ്ങൾക്കെന്താ? ഞങ്ങൾക്ക് കാര്യമുണ്ട്. കാരണം നീ ഈ വീട്ടിലെയാ.
ഒരു വീട്ടില് പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്നവർക്ക് പോലും ചില നിയമങ്ങൾ അനുസരിച്ചല്ലേ പറ്റൂ. ആ വാടകക്കാര് പ്രത്യേകിച്ച്. അല്ലച്ചാ, ഞങ്ങള് പുറത്ത് വെറുതെ ഒന്ന് ചുറ്റിയടിക്കാൻ. ആ ഇന്നെന്നെ ചുറ്റിയടിക്കലും ചൂളം കുത്തൊന്നും വേണ്ട. ഇനി ശരത്തമോന് നിർബന്ധമാണെങ്കിൽ ദേ ആ പുൽച്ചാടി ബൈക്കും എടുത്ത് ഒറ്റയ്ക്ക് പോയി ചുറ്റിയടിച്ചിട്ട് വാ. ചേട്ടാ മനോഹര, പിള്ളേര് പുറത്തു പോയി കാഴ്ചകൾ കണ്ടുവരുന്നതിന് നിനക്കെന്താ? അവർക്ക് സന്തോഷിക്കേണ്ട പ്രായമല്ലേ? ആ അത്ര വലിയ സന്തോഷമൊന്നും ഈ പ്രായത്തിൽ എന്റെ മോക്ക് വേണ്ട. ഞാനേ പോ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ. എന്നാ ഇന്ന് മുതൽ ഞാൻ നിന്നെ അമ്മേന്ന് വിളിക്കും. ചേട്ടാ മനോഹര, നിനക്കിത് എന്തിന്റെ കേടാ? നീ എന്തിനാ ഇങ്ങനെ രസം കൊല്ലിയായി മറ്റുള്ളവരെ വഴിവിലക്കുന്നേ? കാഴ്ചകൾ കാണാൻ ഞാനും കൂടെ പിള്ളേരുടെ കൂടെ പോണമെന്ന് ഓർത്തതാ. ആ അമ്മേ, ഞാനേ മൃഗശാലയെ കൊണ്ട് കാണിക്കാം. അമ്മ ആ കാണ്ടാമൃഗത്തിന്റെ കൂടിന്റെ മുമ്പിൽ കമ്പിയെ പിടിച്ച് കുറെ നേരം ഇങ്ങനെ ധ്യാന നിമഗ്നയായി നിൽക്കണം. ആ കാണ്ടാമൃഗം അമ്മയ്ക്ക് ദക്ഷിണ വെച്ച് തൊഴും. നിത്യ, ആരുടെ പ്രേരണ കൊണ്ടാണെങ്കിലും നീ ഇപ്പൊ ചിന്തിക്കുന്നതും ചെയ്യുന്നതൊക്കെ തെറ്റാ. മറ്റൊരാളുടെ സങ്കടം നിറഞ്ഞ മുഖമല്ല നമ്മുടെ മനോഹരമായ കാഴ്ച. മറ്റൊരാളുടെ കണ്ണീരല്ല നമ്മുടെ സന്തോഷം. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്കുള്ള പോലീസ് വണ്ടി വരുമ്പോ അതിൽ കയറി അങ്ങ് പോയാ മതി. നിർത്തടി. നിർത്തുന്നില്ല. ഇവരാരാ എന്റെ കാര്യത്തിൽ ഇടപെടാനും അഭിപ്രായം പറയാനൊക്കെ? പണ്ട് ഞാൻ ഈ സ്ത്രീക്ക് വാണിംഗ് നൽകിയിട്ടുണ്ട്. ഞാൻ പോകുന്നത് എന്റെ ശരത്തേന്റെ കൂടെയാ. അത് ഏത് നരകത്തിലേക്കായാലും ഞാൻ പോകും. അത് കറക്റ്റാ. നരകത്തിലേക്കല്ലാതെ നീ എങ്ങോട്ട് പോകാൻ? പക്ഷേ ഇന്നത്തെ ദിവസം എന്റെ പൊന്നുമോള് ഈ വീടിന്റെ പടിക്ക് പുറത്തിറങ്ങത്തില്ല. കതകം കയറ്റൊന്നും ഞാൻ പൂട്ടി അടയ്ക്കത്തില്ല. വിശാലമായി തുറന്നിട്ടേക്കുവോ. സേട്ടന്റെ കൂടെ പോകുന്നെങ്കിൽ മോള് പൊക്കോ. പക്ഷേ തിരിച്ചു വരുമ്പോ വാതിലും ഗേറ്റും ഒക്കെ അടഞ്ഞു കിടക്കും. ഒരിക്കലും തുറക്കത്തില്ല. ഏട്ടനും മോളും ഒക്കെ പിന്നെ കെയർ ഓഫ് കടത്തിണ്ണ. അല്ലച്ചാ, ഒന്ന് പുറത്തു പോകുന്നത് അത് അത്ര വലിയ വിഷയമാക്കണ്ടുണ്ടോ? അല്ല, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പിന്നെ നിത്യ പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ? നിത്യക്ക് നിത്യയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലേ? ആ എന്റെ വീട്ടിൽ സ്വാതന്ത്ര്യ സമരം നടത്താൻ നീ ആരാ ശരത്ത് മോനെ? ബാലഗംഗാധര തിലകനോ അതോ ലാല ലജ്പത് റായിയോ? നിത്യയുടെ കാര്യത്തിലേ എന്ത് വേണമെന്ന് തൽക്കാലം ഞാൻ തീരുമാനിച്ചോളാം. അല്ല മനോഹര, ഞാനൊന്ന് പറയട്ടെ. അമ്മ കൂടുതലൊന്നും പണയണ്ട. ആ അമ്മേ, അടുക്കളയിലെ ടിന്ന് നിറച്ച് അരിമുറുക്കിരിപ്പുണ്ട്. അത് കിടക്കുന്ന മുറി കൊണ്ടുവച്ച് ആവശ്യത്തിന് തിന്നെ. ഈ നശിച്ച സ്ത്രീയാ ഇവൾ ഒരുത്തിയാ എന്റെ എല്ലാ സന്തോഷങ്ങൾക്കും തടസ്സമായിട്ട് നിൽക്കുന്നേ. ചാകത്തുമില്ല, അപശകുനം. ഇവരെ ഇന്ന് കൊല്ലും ഞാൻ. അച്ഛാ